ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ നേരിട്ട് കണ്ട് ഹൈക്കോടതി. ജസ്റ്റിസ് വിധി 9-ന് അറിയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ ഹൈക്കോടതി നേരിൽ കണ്ടു. നിർമ്മാതാക്കളുടെ ഹർജി പരിഗണിക്കുന്ന ജസ്റ്റിസ് എൻ നഗരേഷാണ് പടമുകൾ കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിൽ എത്തി സിനിമ കണ്ടത്. ഈ മാസം 9-നാണ് കോടതി ഹർജി പരിഗണിക്കുക. രാവിലെ 10 മണിയോടെയായിരുന്നു ജസ്റ്റിസ് എൻ ഗണേഷ് സിനിമ നേരിൽ കണ്ട് പരിശോധിക്കുന്നതിനായി പടമുകൾ കളർ പ്ലാന്റ് സ്റ്റുഡിയോയിൽ എത്തിയത്. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ ജഡ്ജി പൂർണ്ണമായും കണ്ടു. ദൈവത്തിന് അപകീർത്തികരമായതോ വംശീയ അധിക്ഷേപമുള്ളതോ ആയ യാതൊന്നും സിനിമയിൽ ഇല്ലെന്ന് സിനിമ കണ്ടാൽ കോടതിക്ക് ബോധ്യപ്പെടുമെന്ന് ഹർജിക്കാർ നേരത്തെ വാദത്തിനിടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് കണക്കിലെടുത്താണ് സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം നേരിട്ട് കണ്ട് പരിശോധിക്കാൻ കോടതി തീരുമാനിച്ചത്. ജാനകി എന്ന പേര് ദൈവത്തിൻ്റേതാണെന്ന അവകാശവാദവും ഉന്നയിച്ചാണ് സെൻസർ ബോർഡ് പ്രദർശനം വിലക്കിയതെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. മതജാതി വംശീയപരമായ വിദ്വേഷ പരാമർശങ്ങൾ പാടില്ലെന്ന് ഫിലിം സർട്ടിഫൈ ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പറയുന്നുണ്ടെന്നായിരുന്നു സെൻസർ ബോർഡിന്റെ വാദം. എന്നാൽ ജാനകി എന്ന പേര് എങ്ങനെയാണ് അവഹേളനമാകുന്നതെന്ന് കോടതി ചോദിച്ചു. എന്തുകൊണ്ട് ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതാണ് കൃത്യമായി വിശദീകരണം നൽകാനും ജസ്റ്റിസ് എൻ കെ നഗരേഷ് സെൻസർ ബോർഡിനോട് നിർദ്ദേശിച്ചിരുന്നു. ഹർജി ഈ മാസം 9-ന് കോടതി വീണ്ടും പരിഗണിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.